ഓ മൈ ഗോഡ്, മലമ്പുഴയിലെ ഒരു ചൂട്. റിയലി ഇറ്റ് ഇസ് ടു മച്ച്. രാത്രി മുഴുവൻ കൊതുക്. എന്ന് വെച്ചാൽ എങ്ങനത്തെ കൊതുക? ഇത്രയ്ക്ക് ഉണ്ടോ അതൊന്നും? ഒന്നും പറയണ്ട, പോയതിന്റെ പകുതിയായി. ഈ ദിവസങ്ങളിലൊന്നും സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കാണില്ല, എനിക്കറിയാം. ഇല്ലില്ല, ഇത്തവണ ഒന്നും ധരിച്ചിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു. പിന്നെ എന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്കറിയാമോ? 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്നലെ എഴുതിയിട്ടില്ലെന്ന്. അതിനിപ്പോ എന്ത് എഴുതി വിട്ടാലും ആരെതിർക്കാൻ പോകുന്നു? അന്ന് ജീവിച്ചിരുന്നവരാരും ഇനിയില്ലല്ലോ. അത് ശരി. മണിയമ്പിള്ളെ കണ്ടില്ലല്ലോ. മണിയമ്പിള്ളേ, ഇതാ, ഇത് അക്ഷരമാലയാണ്. നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം. ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? വലിയ കിറുക്ക് തന്നെയായത്. ഇനി ഏവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനും ആവശ്യം അവന് ഇപ്പോഴും മുലക്കുപ്പിയുമാ. നമുക്ക് എന്ത് വേണം പത്മം? നമ്മൾ മുഖാന്തരം ആരെങ്കിലും 4 ലക്ഷം പഠിച്ചു പോട്ടെ. അപ്പഴേ ഇനി ഇരുന്നാ മതിയോ? വല്ലതും കഴിക്കണ്ടേ? ആറാട്ട് ഈറ്റ ഊരിയാൽ ഇപ്പം വെറുതെ ആ വീട് അടച്ചുകൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്നും നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞു കിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കട്ടെ. എന്തായാലും 12ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് നടക്കുന്നത്? പോയി കാറിലിരിക്കും. റഹീം, ഇതൊന്ന് തുറക്കൂ.
പറയുമ്പോ തെറ്റാണെന്ന് തോന്നും. എന്നാലും പറയുക, ആ റഹീമിന് കുറച്ചുനാൾ ലീവ് കൊടുക്കണം. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയാ. കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ് മൈൻഡഡ് ആണെന്നോ. ഇന്ന് പോരുന്ന വഴി 4 വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. നിന്നോട് അയാൾ പറഞ്ഞോ അവധി വേണമെന്ന്? എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈയിടെ അയാൾക്ക് ഏതു നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസ്യം കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വരട്ടെ. എന്താ റഹീം പറയുന്നത്? തെറ്റിദ്ധരിക്കരുത് സാർ. സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചാ പോരെ? ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ. ഉമ്മയുടെ അസുഖം മാറുന്നൊന്നുമല്ല. പിന്നെ ഇനിയുള്ള സമയം ഉമ്മയുടെ അടുത്തിരിക്കുക, അത്ര തന്നെ. റഹീമിന് നിർബന്ധമാണോ പോണമെന്ന്? റഹീമിന്റെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാനൊക്കുമോ? പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും. എന്താ റഹീം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ അങ്ങനെ ആകട്ടെ. റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും. എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ മണിയമ്പിള്ളയും കേട്ടതല്ലേ? വീട്ടിൽ ഉമ്മാക്ക് അത് കള്ളം. എന്ത്? ഉമ്മാക്ക് വേണ്ടി പോണെന്ന് പറയണത് കള്ളം. സത്യം എനിക്കറിയാം. ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ, എനിക്കറിയാം. മണിയമ്പിള്ള, നീ ഒരിക്കൽ കൂടി മണിയമ്പിള്ള അങ്ങനെ പറയരുത്. അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ്. ഇങ്ങനെ ഞാൻ പിടിച്ചു തന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വലിയ വലിയ വീടുകളിലെ ഡ്രൈവറായാൽ കാർ ഓടിച്ചാൽ മാത്രം പോരാ. വലിയ വീട്ടിലെ ഡ്രൈവറായ കാർ ഓടിച്ചാൽ മാത്രം പോരാ. പിന്നെ